ഹലോ, ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസം നിങ്ങളോട് പറയാൻ പോകുന്നു കേട്ടോ. രാവിലെ 4:30 മണിക്ക് എണീറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ച് മോർണിംഗ് വാക്കിനിറങ്ങി. ഇന്ന് അല്പം വൈകിയതുകൊണ്ട് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. ഈ പാർക്കിലൂടെ കുറച്ച് നേരം നടന്നാൽ തന്നെ അന്നത്തെ ദിവസം പൊളിയാണ്. ദിവസവും കുശലം പറയുന്ന പൂച്ച ഫ്രണ്ട്സിനെ ഇന്നും കണ്ടുമുട്ടിട്ടോ. അങ്ങനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അകത്തും പുറത്തുള്ള ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കിളികൾക്കും പ്രാവുകൾക്കും ഉള്ള വെള്ളവും അരിയും ചെറുപയറൊക്കെ ഇട്ട് കൊടുത്തുട്ടോ. ഉടനെ തന്നെ അതിഥികൾ പറന്നെത്തി. പിന്നെ ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുക്കി വെച്ചുട്ടോ. ഈ ഈസി ബർഗർ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ ബോക്സിലാക്കി വെച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഗുഹാ നിസ്കരിച്ച് നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങിട്ടോ. പുറത്ത് പൊരിഞ്ഞ വെയിലും ചൂടാണ്. മെട്രോ ബസ്സിനാണ് ഓഫീസിൽ പോകാറ്. അങ്ങനെ മെട്രോ ബസ് വന്ന് 7:50 ആയപ്പോഴത്തേന് ഓഫീസിലെത്തി. നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഒരു 9:30 ആയപ്പോൾ പാൻട്രി പോയിട്ട് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന ബർഗറും സാൻഡ്വിച്ചും കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും വർക്ക് തുടർന്നു കേട്ടോ. ഇടയ്ക്ക് നൊസ്റ്റാൾജിയ മറക്കാതിരിക്കാൻ ഒരു ഗ്യാസ് മിഠായിക്ക് കഴിച്ച് ഒരു 11:30 ആയപ്പോൾ പള്ളിയിൽ പോയി ളുഹറൊക്കെ നിസ്കരിച്ച് അങ്ങനെ 1:30 ആയപ്പോൾ കൊണ്ടുവന്ന കറിയും കുട്ടി കുബൂസും കഴിച്ച് ശേഷം നൊസ്റ്റാൾജിയ പിടിവിടാതിരിക്കാൻ ഒരു എള്ളുണ്ടയും തിന്നിട്ടോ. അങ്ങനെ 3:30 ആയപ്പോൾ പള്ളിയിൽ പോയി അസ്റൊക്കെ നിസ്കരിച്ച് പിന്നെ ഒരു 4:30 ആയപ്പോൾ ഒരു ഗ്ലാസ് കാവ്യം കുടിച്ച് 6 മണിയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിട്ടോ. നേരെ പള്ളിയിൽ പോയി മാരിബൊക്കെ നിസ്കരിച്ച് റൂമിലെത്തി. പിന്നെ 2 കഷ്ണം പുട്ടുണ്ടാക്കി കറിയും കൂട്ടി പുട്ടടിച്ചു. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള മട്ടൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ, ബാലൻസ്. അപ്പോൾ അതും കൂട്ടി പുട്ടൊക്കെ കഴിച്ച് നേരെ ഇഷാന് പള്ളിയിൽ പോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ അമ്മക്കും മരണപ്പെട്ട കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് മാതാപിതാക്കളും മരണപ്പെട്ടു വിട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു യാസീനൊക്കെ ഓതി പള്ളിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ റൂമിൽ പോയി കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിട്ട് പിന്നെ കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ബൈ.